ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരായ മുത്തപ്പൻ കാണാൻ വേണ്ടി പോവായിരുന്നു കേട്ടാ. വേറെവിടെയല്ല, കുണ്ടുവാടി എൻ്റെ നാരായണൻ വെല്ലച്ചൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആടെ ഇന്ന് നേർച്ചക്കളിയായിട്ട് ഉണ്ടായിന് കേട്ടാ. നമ്മ ആടെ എത്തുമ്പോഴത്തേക്ക് മുത്തപ്പൻ തുടങ്ങിയിട്ടുണ്ടായിനെ. ഇപ്പുറത്ത് ചാമുണ്ടി അമ്മേൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടാ. ഞാൻ മെല്ലെ അടുക്കള പുറത്തേക്കാന്നേ പോയിനി. ഇങ്ങനെയില്ലേ ഓരോ പരിപാടി വരുമ്പോഴാണ് കേട്ടോ നമ്മളെ നാട്ടുകാരെ മൊത്തം കാണാൻ പറ്റല്. ഞാൻ കൂടുതലും പയ്യന്നൂരാ നിൽക്കല്, എന്നാലും ഇങ്ങനെയില്ലേ പരിപാടികളെല്ലാം വരുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവാറുണ്ട് കേട്ടാ. അങ്ങനെ പിന്നെ നാട്ടുകാരോട് ഓരോ കുശലവും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആടി ഇരുന്നിട്ടുണ്ടായിന് കേട്ടാ. അപ്പോഴത്തേക്ക് എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ടായിനെ. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വെച്ചു കേട്ടാ. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. പിന്നെ ഞാൻ ആടുന്ന് ഏട്ടന്മാരപ്പരം കുറച്ച് സമയം വിളമ്പാൻ കൂടിയിട്ടുണ്ടായിന് കേട്ടാ. എൻ്റെ വിളമ്പ് കണ്ടിട്ടാന്ന് തോന്നുന്നു അവർ പറഞ്ഞു നീ പോയി കഴിച്ചോ, നീ വിളമ്പാനൊന്നും നിൽക്കണ്ടെന്ന് കേട്ടാ. അത് കേൾക്കേണ്ട താമസം ഞാനും ഏട്ടന്മാരും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിന് കേട്ടാ. നല്ല ചോറും കറിയാന്നേ ഉണ്ടായിന്. അപ്പം നമ്മളെ മുത്തൂട്ടി ചോറിനൊപ്പം ഇറച്ചി കഴിച്ചിട്ട് എരിഞ്ഞിട്ട് പഞ്ചസാര കഴിക്കുന്നുണ്ടായിന് കേട്ടാ. ഓള് അച്ചാച്ചൻ അത് കൊടുക്കുന്നുണ്ടായിനെ. പിന്നെ കലശം വെക്കുന്നുണ്ടായിന് കേട്ടാ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ കലശം വെക്കുന്നത് എന്നാന്ന്. അപ്പോൾ കലശം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചണ്ട കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിന് കേട്ടാ. നമ്മളെ ചാമുണ്ടി അമ്മേൻ്റെ തോറ്റം ഇറങ്ങാൻ പോവേന്നെ. ഈ തെയ്യം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കെട്ടിയാടപ്പെടുന്ന വളരെ ഭയാനകവും രൗദ്രവുമായ ഒരു തെയ്യക്കൊലാന്ന് കേട്ടാ. കരിമണൽ ചാമുണ്ടി പ്രധാനമായും പയ്യന്നൂർ, പെരിങ്ങോം മേഖലകളിലെ കാവുകളിലും തറവാടുകളിലുമാണ് കെട്ടിയാടപ്പെടുന്നത് കേട്ടാ. ആടുന്ന് തോറ്റും കണ്ടിട്ട് നമ്മൾ കുറച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിനെ. പിന്നെ നമ്മൾ കുട്ടുവാടിനെ കണ്ടിട്ടുണ്ടായിനെ. കുട്ടുവാട്ട് നമുക്ക് മുത്തപ്പൻ്റെ കുറച്ച് കഥ പറഞ്ഞു തന്നിട്ടാ. പിന്നെ ഞാൻ ഇവിടുത്തെ പോലെ ഇനി എനിക്ക് മദ്യവും മാംസവും ഇല്ലാണ്ട് പറ്റൂല, ഇല്ലത്തിൻ്റെ പേര് കളങ്കപ്പെടണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 50 തൊഴുതാണ് പോയിട്ട് പറശ്ശിൽ പച്ചിങ്ങക്കാടിൻ്റെ ഉള്ളിലകത്ത് അറയ്ക്കുന്നത്. ആടുന്ന് കഥയും കേട്ടിട്ട് നമ്മ നേരെ വീട്ടിലേക്കാന്നേ പോയിനി. നാളെ തെയ്യത്തിൻ്റെ കാഴ്ചകളുണ്ട് കേട്ടാ. അപ്പോൾ ഇന്നിത്രയുള്ളൂ, ബാക്കി നാളെ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്.